നമസ്കാരം. പലപ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ESR വാല്യൂ കാണും. ചിലരിൽ ഇത് കൂടുതലായിരിക്കും. നോർമൽ വാല്യൂ എന്ന് പറയുന്ന ഒരു 5, 10 ഒക്കെ വരെ ആണെങ്കിലും ആരോഗ്യമുള്ള പുരുഷനിൽ അവൻ്റെ വയസ്സിൻ്റെ പകുതിയായിരിക്കും നോർമൽ. അതായത് 50 വയസ്സുള്ള ഒരാൾക്ക് 25 ആയിരിക്കും നോർമൽ. സ്ത്രീകളിൽ അവരുടെ പ്രായത്തിൻ്റെ പകുതിയേക്കാൾ ഒരല്പം കൂടുതലായിരിക്കും നോർമൽ വാല്യൂ. ഇതിന് കാരണം ആർത്തവ, ഗർഭ, പ്രസവ കാലങ്ങളിൽ ESR അല്പം കൂടിയിരിക്കും. കൂടാതെ പ്രായമാകുമ്പോഴും ESR കുറച്ച് കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. ESR എപ്പോഴൊക്കെയാണ് കൂടുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഈ വൈറൽ ഫീവർ, അതുപോലെ ശ്വാസകോശ സംബന്ധമായ, മൂത്രാശയ സംബന്ധമായതോ അല്ലെങ്കിൽ മറ്റു പല അണുബാധകൾ കൊണ്ട് മുറിവ്, വ്രണം, ഇൻഫെക്ഷൻ, കൂടാതെ ESR സ്ഥിരം കൂടി നിൽക്കുന്ന മറ്റു പല ക്രോണിക് അസുഖങ്ങളും ഉണ്ട്. അതായത് ക്യാൻസർ, വൃക്കരോഗം, തൈറോയിഡ്, അമിതവണ്ണം, സന്ധിവാതം, ഇവയിലൊക്കെ ESR സ്ഥിരമായിട്ട് കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. ഇനി ESR കൂടുന്നത് ഏത് രോഗാവസ്ഥ മൂലമാണെന്ന് മറ്റു പല ടെസ്റ്റുകളും ശാരീരിക ലക്ഷണങ്ങളും വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് ശരിയായ ചികിത്സ ചെയ്യുമ്പോൾ അസുഖവും മാറും, ESRും കുറയും. കൂടാതെ ഫാസ്റ്റ് ഫുഡ്, മധുരം, പ്രോസസ്ഡ് ഫുഡ് ഇവയൊക്കെ ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക, സ്ട്രെസ്സ് കുറയ്ക്കുക, വ്യായാമം ചെയ്യുക. ഇവയെല്ലാം ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. കൂടെ ESRും കുറയും.